പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിൽ വിവിധ തസ്തികകളിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവസരം. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്ക് ഈ തസ്തികകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഒഴിവുകൾ വന്നിട്ടുള്ള തസ്തികകൾ ഏതൊക്കെയെന്നും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടതെങ്ങനെ, സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കെൽട്രോണിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 19 ആണ്. കെൽട്രോണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഒഴിവുള്ള തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം. എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 1 വർഷമാണ് കരാർ കാലാവധി. എങ്കിലും 2 വർഷം വരെ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്. എഞ്ചിനീയർ തസ്തികയുടെ നമ്പർ ഓഫ് വേക്കൻസീസ് 6 ആണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് കേരളത്തിൽ എവിടെയുമാകാം. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BTech or BE in Computer Science or Information Technology or Artificial Intelligence or Electronics and Communication Engineering or equivalent with 60% marks. കൂടാതെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയി പറഞ്ഞിട്ടുള്ളത് മിനിമം 1 year എക്സ്പീരിയൻസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഓർ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഓർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഓർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 21,000 രൂപ മുതൽ 27,500 രൂപ വരെയാണ്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 36 വയസ്സ് വരെയാണ്. കൂടാതെ ഈ 2 തസ്തികകളിലേക്കും റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയെ കുറിച്ച് നോക്കാം. ഈ തസ്തികയുടെ നമ്പർ ഓഫ് വേക്കൻസി 6 ആണ്. ജോബ് ലൊക്കേഷൻ കേരളത്തിൽ എവിടെയുമാകാം. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് 3 year ഫുൾ ടൈം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് വിത്ത് 60% മാർക്സ്. കൂടാതെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയി പറഞ്ഞിട്ടുള്ളത് മിനിമം 1 year എക്സ്പീരിയൻസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഓർ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഓർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഓർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 20,000 രൂപ മുതൽ 21,000 രൂപ വരെയാണ്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. ഈ 2 തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി, എക്സ്പീരിയൻസ് എന്നിവ കണക്കാക്കുന്നത് 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട്. 300 രൂപയാണ് അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടത്. എന്നാൽ SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഉദ്യോഗാർത്ഥികളുടെ അക്കാദമിക് ക്വാളിഫിക്കേഷന്റെയും എക്സ്പീരിയൻസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് റിട്ടൺ ടെസ്റ്റ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നിവയിൽ ഏതെങ്കിലും മെത്തേഡിലൂടെയായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുന്നത്. കേരള PSC, SSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നീ 2 തസ്തികകളിലേക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 19 ആണ്. കെൽട്രോണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളും എല്ലാം കെൽട്രോണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 19 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.